ശ്രീകാന്ത് ശ്രീകാന്ത് നിൽക്കുന്നത് മുണ്ടക്കൈയിലാണ് എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ ധാരണ. മുണ്ടക്കൈയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത കാഴ്ചയാണ്. എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ഒരു ജീവിതം കരിപ്പിടിപ്പിച്ച കുറേയധികം മനുഷ്യരുണ്ട്. അതായത് ഈ പ്രശ്നങ്ങളുടെ എല്ലാം ഈ ഉരുൾപൊട്ടലിന്റെ എല്ലാം പ്രഭവ കേന്ദ്രം അവിടെയാണ് ഞാനിപ്പോൾ ഉള്ളത്. 24 സംഘം അവിടേക്ക് എത്തിയിരിക്കുന്നു. അതായത് ഈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നതിന് ശേഷം ഇതാദ്യമായി മാധ്യമപ്രവർത്തകർക്ക് ഈ മേഖലയിലേക്ക് വരാൻ സാധിച്ചു. നിലവിലിപ്പോൾ നമ്മൾ ഈ മുണ്ടക്കൈയിൽ എത്തിയിരിക്കുന്നു. ഹഷ്മി, ഈ ദൃശ്യം കാണൂ. ഈ ആയിരുന്നു ഇവിടുത്തെ അവസ്ഥ എന്നുള്ളത്. ഈ മലമുകളിൽ നിന്നാണ് എല്ലാം കൂടി കുത്തി ഒഴുകി നേരെ താഴെ വെള്ളരിമലയിലേക്കും ചൂരൽമലയിലേക്കും പോയത്. ഇവിടെ ഇപ്പോഴും അതിൻ്റെ ശേഷിപ്പുകൾ ഹഷ്മി കാണാൻ സാധിക്കും. നമ്മുടെ ക്യാമറാമാൻ രാഹുൽ VS ആ ദൃശ്യങ്ങൾ നമുക്ക് നൽകും. ഇപ്പോൾ ഹഷ്മി കാണാൻ സാധിക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെ നിന്നും കുത്തി ഒലിച്ച് താഴേക്ക് പതിക്കുകയാണ് ഉണ്ടായത്. ഈ ഉരുൾപൊട്ടലിൽ ഏറ്റവും മുകളിലേക്ക് ഒന്ന് രാഹുല ഒന്ന് കാണിക്കാൻ കഴിയുമെങ്കിൽ ഹഷ്മി, ആ കാണുന്നതാണ് അതിൻ്റെ പ്രഭവ കേന്ദ്രം. ആ വലിയ കുന്നിൻ മുകളിൽ നിന്നാണ് ഈ ഉരുൾ പൊട്ടി അടർന്ന് താഴേക്ക് വെള്ളരിമലയിലും അതോടൊപ്പം ചൂരൽമലയിലും ഒരുപാട് സാധാരണക്കാർ, ഒരുപാട് പാവപ്പെട്ടവർ, ഏതാണ്ട് 145 പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ ഹഷ്മി ഉണ്ടായത്. ആ ദൃശ്യങ്ങളാണ് ഈ കാണാൻ സാധിക്കുന്നത്. ഈ മുണ്ടക്കൈ മേഖലയിൽ ഇതാദ്യമായി നമുക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു. മുണ്ടക്കൈ മേഖലയിൽ നിന്നാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുന്നത്. ഇവിടെയെല്ലാം തകർത്ത് തരിപ്പണമാക്കി നാമാവശ ഈ ദൃശ്യങ്ങൾ വീണ്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന വീടുകൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഒരു LP സ്കൂൾ ഉണ്ടായിരുന്നു, അത് തകർന്നിട്ടുണ്ട്. അനവധി വീടുകൾ ഉണ്ടായിരുന്നു, അവയെല്ലാം തന്നെ തകർന്നിട്ടുണ്ട്. നിലവിൽ ഇവിടെ നിന്നാണ് ഈ ഉത്ഭവം. ഇവിടെ നിന്നാണ് വലിയ ഉരുളൻ കല്ലുകൾ, അതോടൊപ്പം വലിയ തടികൾ, ഒപ്പം ചെളിയും മണ്ണും കല്ലുമൊക്കെ താഴെ ചൂരൽമലയിലേക്കും വെള്ളരിമലയിലേക്കുമൊക്കെ ഒഴുകിയെത്തിയത്. 144 പേരുടെ ജീവൻ ഇവിടെ നിന്നാണ് ആ ജീവൻ കവർന്ന സംഭവം ഉണ്ടായത്. ഏറ്റവും വേദനിപ്പിക്കുന്ന, നടുക്കുന്ന സംഭവം നടന്ന, കേരളത്തിൽ നടുക്കുന്ന സംഭവം നടന്ന ആ സ്ഥലത്ത്, ആ പ്രധാനപ്പെട്ട സ്ഥലത്താണ് ഹഷ്മി ഞാനിപ്പോൾ നിൽക്കുന്ന. പ്രദേശത്തേക്ക് എത്താൻ സാധിച്ചിരിക്കുന്നു. ഇവിടെ എവിടെ നിന്നാണ് ഈ ഉത്ഭവം, ഈ ഉരുൾപൊട്ടലിന്റെ ഉത്ഭവം എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നു. 2 കൂറ്റൻ മലകൾ, ആ കാണുന്നതാണ് ഉരുൾപൊട്ടലിന്റെ മലകൾക്ക് ഇടയിൽ നിന്നും കുതിച്ചൊഴുകുകയായിരുന്നു. മുന്നിൽ കണ്ണിൽ കണ്ടതെല്ലാം തകർത്തെടുത്തുകൊണ്ടുപോയി. ഇവിടെ ജീവജാലങ്ങൾ ഇപ്പോഴും ഉറ്റവരും ഉടയവരും ഇല്ലാതെ, വീടുകൾ ഇല്ലാതെ, അവരുടെ ഉടമസ്ഥരില്ലാതെ ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ കുറേയധികം പോത്തുകളും, വീട്ടിൽ വളർത്തിയിരുന്ന പോത്തുകൾ, അതോടൊപ്പം പട്ടികൾ ഉൾപ്പെടെയുള്ളവ, ജീവജാലങ്ങളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. അതായത് അവർക്ക് അവരുടെ ഉടമസ്ഥരായിരുന്നവരെ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവിടെ ജീവന്റെ ശേഷിപ്പ് എന്ന് പറയുന്നത് ഈ ജീവജാലങ്ങൾ, ഈ ജന്തുക്കൾ മാത്രമാണ്. നേരെ മറിച്ച് മനുഷ്യന്റെ യാതൊരുവിധ സാന്നിധ്യവും ഇവിടെ കാണാനില്ല. ഈ മണ്ണിനടിയിൽ, ഈ കല്ലുകൾക്കടിയിൽ ഒരുപക്ഷെ ഒരുപാട് മൃതശരീരങ്ങൾ ഉണ്ടായിരിക്കാം. ഇവിടേക്ക് എത്തിച്ചേർന്നാൽ ഹഷ്മി, ഹൃദയം വിങ്ങുന്ന വേദനയോടെ പറയട്ടെ ഹഷ്മി, ഇതൊരു ഹെർക്കൂലിയൻ ടാസ്കാണ്. ഇതൊരു അസാധ്യമെന്ന് മാത്രം പറയേണ്ടിയിരിക്കുന്ന ടാസ്കാണ്. കാരണം ഈ മുണ്ടക്കൈ മേഖലയിൽ താമസിച്ചിരുന്ന ആളുകളുടെ മൃതദേഹം വീണ്ടെടുക്കുക, ഈ മണ്ണിനടിയിൽ ഉണ്ടെങ്കിൽ വീണ്ടെടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല ഹഷ്മി. കാരണം ഈ ദൃശ്യം കണ്ടാൽ നമുക്ക് മനസ്സിലാകും എത്രത്തോളം മോശമായ ടെറൈനാണ്. ഇവിടേക്ക് ഇനി ഹിറ്റാച്ചി അടക്കം എത്തിക്കണം. ഈ ചെങ്കുത്തായ മലകൾക്ക് കീഴെ തെരച്ചിൽ നടത്തണം. അതിനിടെ ഉരുൾപൊട്ടലോ മലവെള്ളപ്പാച്ചിലോ ഉണ്ടാകുന്നെങ്കിൽ അത് പ്രതിരോധിച്ചു നിൽക്കണം. അതിനിടയിൽ ഈ കണ്ട പണിയെല്ലാം എടുക്കണം, മൃതദേഹമെല്ലാം കണ്ടെടുക്കുകയും വേണം ഹാഷ്മി. അതാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് മുണ്ടക്കൈ, ഈ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. ഹാഷ്മി, ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഉള്ളുലഞ്ഞ ആശയറ്റ ഒരു ജനസമൂഹത്തിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ചയായിട്ട് നമുക്ക് ഈ മുണ്ടക്കൈയെ കാണാൻ കഴിയും. ആഷ്മി നമുക്കൊപ്പം ചേരുന്നു. മുണ്ടക്കൈയുടെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു, ആകാശ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൾ കൊണ്ട് വിശ്വസിക്കാൻ കഴിയാത്ത വണ്ണം ഒരു ഉരുളിന് ഇത്രത്തോളം കരുത്തുണ്ടോ എന്ന് ആശങ്കപ്പെടുത്തും വണ്ണം ഒരു ഗ്രാമം ഒന്നാകെ പോയതിന് നേർക്കാഴ്ചകൾ, നേർദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയായിരുന്നു. ഇതായി അടിയന്തര മന്ത്രിസഭാ യോഗം ചേരാൻ പോകുന്നു. വയനാട് രാവിലെ 9:30 ഓൺലൈനാണ് യോഗം.
എന്താണ് വയനാട്ടിലെ അസറ്റ് പൊസിഷൻ, എന്താണ് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് കോ എന്ന കാര്യം വിലയിരുത്തുകയാണ് മന്ത്രിസഭ യോഗം. ഉന്നത ഉദ്യോഗസ്ഥർ യോഗം ചേരാൻ പോകുന്നു. രക്ഷാദൗത്യ സംഘം ഏതാണ്ട് പൂർണ്ണാർത്ഥത്തിൽ തന്നെ രാവിലെ ഇപ്പം മുണ്ടക്കയിലേക്ക് മട്ടമല മേഖലയിലേക്ക് എത്താൻ പോകുന്നു. ചൂരൽമല കേന്ദ്രീകരിച്ചും ഇന്നും പരിശോധനകൾ ബാക്കിയാണ്. ചൂരൽമലയുടെ ഒരു ഭാഗം ആ ടൗൺ ഒരു ഭാഗം ഏതാണ്ട് തന്നെ അത് ടൗൺ അല്ലാതായി മാറുന്നുണ്ട്. അവിടെ മണ്ണിനടിയിൽ ഇപ്പോഴും ആളുകളുണ്ടോ എന്ന സംശയം. അട്ടമലയിലുണ്ട്, മുണ്ടക്കയിലുണ്ട്, ചൂരൽമലയിലുണ്ട്. അട്ടമലയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് അവിടുത്തെ ആളുകൾ പറയുന്നു. അവിടെയും ഉണ്ട് ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്ന. അട്ടമലയിലേക്ക് ഒരു പക്ഷേ വേണ്ട കോൺസെൻട്രേഷൻ അങ്ങോട്ടേക്ക് രക്ഷാദൗത്യം ഇനിയും പോയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്ന് നമ്മൾ മുണ്ടക്കൈ കേന്ദ്രീകരിക്കുകയായിരുന്നു. മുണ്ടക്കൈയിൽ നിന്ന് രാത്രിയോടെ ജീവനോടെ 100-ലധികം ആളുകൾ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ആ ദുരന്തത്തിനിടയിലെയും ഒരു നേരിയ ആശ്വാസം. മുണ്ടക്കൈയിലെ ആ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അവിടെ മനുഷ്യൻ ഇല്ലാതായിപ്പോയ ഒരു സ്ഥലമാണ്. ഒരു രാത്രിയായപ്പോഴേക്ക് മനുഷ്യൻ പൂർണ്ണമായി ഇല്ലാതായിപ്പോയ ഒരു ഗ്രാമം ഒട്ടാകെ ഇല്ലാതായിപ്പോയ 50-ലധികം വീടുകൾ ഇല്ലാതായിപ്പോയ ഒരു ഗ്രാമത്തിൽ കൂടി നമ്മൾ 24 സംഘം സഞ്ചരിക്കുന്ന ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. വിജയകുമാർ കൂടി ചേരുന്ന വിജയകുമാർ, ചൂരൽമല കേന്ദ്രീകരിച്ചുള്ള രക്ഷാദൗത്യം ഇന്ന് എങ്ങനെയാണ് പ്ലാൻ? ദുരന്ത സമാന സാഹചര്യത്തിൽ നിൽക്കുന്ന ഒരു മണ്ണിൻ്റെ കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. ഉരുൾപൊട്ടി നാട് പിഞ്ചിക്കീറിപ്പോയ അല്ലെങ്കിൽ നാട് പിഞ്ഞിക്കീറിപ്പോയ കുറേ ഭൂമിയുടെ, കുറേ കെട്ടിടങ്ങളുടെ, കുറേ മനുഷ്യരുടെ നേർക്കാഴ്ചകൾ, വേദനാജനകമായ നേർക്കാഴ്ചകൾ. കേരളം ഇതുവരെ കണ്ട ഏറ്റവും വലിയ മഹാദുരന്തം, ഇന്ന് ഉറപ്പായും പറയാൻ കഴിയുന്ന വലിയ ദുരന്തം. ഇതിൻ്റെ വ്യാപ്തി ഇപ്പോഴും 100% പൂർണ്ണമായ അർത്ഥത്തിൽ അതിൻ്റെ വ്യാപ്തി ഇപ്പോഴും പുറത്തേക്ക് വന്നിട്ടില്ല. അതിന് കാരണം 200ഓളം പേരെ കാണുന്നില്ല എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. 200ഓളം പേരെ കാണുന്നില്ല എന്ന് ബന്ധുക്കൾ പറയും. 98ആണ് സർക്കാർ ഒഫീഷ്യൽ കണക്കെങ്കിലും ഒരുപാട് പേരെ കാണാനില്ലെന്ന് പറയുന്നു. ആ കാണാനില്ലാത്തവർ എവിടെയാണ് എന്നത് എനിക്ക് തോന്നുന്നു ചൂരൽമലയുടെ ഒരു ഭാഗമാണ്. ചൂരൽമല ടൗണിന്റെ ചെറിയ അങ്ങാടിയുടെ വേറൊരു ഭാഗമാണ്. നോക്കുന്നത് ഇവിടേക്ക് നമുക്ക് രാവിലെ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കൂ, ഇവിടെ മുഴുവൻ വീടുകൾ ആയിരുന്നു, ജനവാസ കേന്ദ്രങ്ങളായിരുന്നു. നിരവധി വീടുകൾ അടുത്തടുത്തുണ്ടായിരുന്ന ഒരു ജനവാസ മേഖലയായിരുന്നു. അതിന്റെ ഭാഗം മുഴുവൻ ഇടിഞ്ഞ് ഒരു തരത്തിൽ നമുക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ കഴിയാത്ത തരത്തിൽ വളരെ മോശമാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ അറിയാം. എത്രയോ വാഹനങ്ങൾ ഇവിടെ വന്ന് അടിഞ്ഞ് കൂടി കിടക്കുകയാണ്. അതുപോലെ തന്നെ വീടുകളെല്ലാം തന്നെ തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അവിടേക്ക് എത്താൻ രക്ഷാപ്രവർത്തകർക്ക് ഇപ്പോഴാണ് കഴിഞ്ഞിരിക്കുന്നത്. രക്ഷാപ്രവർത്തകർ ഇവിടെ വന്ന് ഇപ്പോൾ തെരച്ചിൽ തുടരുകയാണ്. അതിന്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. രക്ഷാപ്രവർത്തകർ ഈ ചൂരൽമലയുടെ ഭാഗത്തേക്ക് ഇപ്പോഴാണ് എത്തിയിരിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ കാണാം നമുക്ക് ഇപ്പോഴാണ് ഈ ചൂരൽമലയുടെ ഈ ഭാഗത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ നോക്കൂ, എത്ര വീടുകളാണ് മൺകൂമ്പാരത്തിനടിയിൽ പെട്ടിരിക്കുന്നത് എന്നത് നമുക്കത് വാക്കുകൾ കൊണ്ട് വിശദീകരിക്കാൻ കഴിയുന്നതല്ല. കാഴ്ചകൾ തന്നെ എത്ര ഭീകരമാണ്, എത്ര ഭയാനകമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. കുത്തി ഒഴുകി വന്ന വെള്ളം എത്ര ദൂരത്തേക്ക് ഈ സകലതിനെയും കൊണ്ടുവന്നു എന്നതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ എൻ്റെ മുന്നിൽ തന്നെ കാണുന്ന എത്രയോ വീടുകൾ, തകർന്ന് തരിപ്പണമായ വീടുകൾ, എത്രയോ വാഹനങ്ങൾ, അതുപോലെ തന്നെ എത്രയോ ആളുകളുടെ ജീവനും സ്വത്തും എല്ലാം ഈ ഒരു നിമിഷം കൊണ്ട് ഈ മഴയിൽ, ഈ കുത്തൊഴുക്കിൽ ഒഴുകിപ്പോയതിന്റെ നേർക്കാഴ്ചയാണ് പ്രേക്ഷകർ കാണുന്നത്. നമ്മൾ കണ്ടതിലും നമ്മൾ അറിഞ്ഞതിലും നമ്മൾ കേട്ടതിലും ഒക്കെ എത്രയോ ഭയാനകമാണ് ഇവിടുത്തെ കാഴ്ച എന്ന് പറയേണ്ടി വരുന്നു. ചൂരൽമലയിൽ ഇവിടെ ഈ മരമൊക്കെ വന്ന് അടിഞ്ഞ സ്ഥലത്ത് ഇന്നലെ നമ്മളോട് ചിലർ പറഞ്ഞിരുന്നു നിങ്ങൾ അവിടേക്ക് പോകണം. പക്ഷെ ഇവിടേക്ക് ഇറങ്ങുന്നതിന് ഏറ്റവും വലിയ പ്രയാസം നമുക്ക് ഈ പ്രാദേശികമായ ഒരു സഹായം. വിജയകുമാർ, താങ്കൾ നൽകുന്ന ചിത്രം നമുക്ക് മനസ്സിലാകുന്നു. ഇനി നമ്മൾ ശ്രീകാന്തിലേക്ക് കൂടി പോകുന്നു. പല പ്രേക്ഷകരും പറയുന്നു, അംതൻ കെ ബി പറയുന്നത്, രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ട എൻ്റെ സഹോദരന്മാർ പറയുന്നത് ഈ കാണുന്നതല്ല, ഇതിലും ഭയാനകമാണ് ചിത്രമെന്നാണ്. പ്രേക്ഷകർക്ക് അറിയേണ്ട ഒരു കാര്യം, എല്ലാ കാര്യങ്ങളും നമുക്ക് പ്രേക്ഷകരോട് ഇപ്പോൾ തുറന്നു പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ഈ മുണ്ടക്കയിലും അതുപോലെ ചൂരൽമലയിലും നിലനിൽക്കുന്നത്. ഈ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നതാണ്, ഭയാനകമാണ്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്ന സ്ഥലത്ത് ഒരു വലിയ ടൗൺ നിലനിന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ പല രീതിയിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങളും വിമർശനങ്ങളും ഒക്കെ യൂട്യൂബിൽ വരുന്നു. അതിനൊന്നുമുള്ള സമയമല്ല ഇതെന്ന് നമ്മൾ മനസ്സിലാക്കുക. വലിയൊരു ദുരന്ത ഭൂമിയായി ഈ പ്രദേശം മാറിക്കഴിയുമ്പോൾ അവർക്ക് എത്തിച്ചു കൊടുക്കാൻ കഴിയുന്ന സഹായത്തിലും അതേപോലെയുള്ള
തെരച്ചിലുമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ശ്രീകാന്ത് കൂടി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത്, ഒരുപക്ഷെ നമ്മൾ ഈ അടുത്ത കാലം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിന് സാക്ഷിയാവുകയാണ്. എല്ലാം സത്യങ്ങളായി നമുക്ക് പറയാൻ കഴിയില്ലെങ്കിൽ പോലും ശ്രീകാന്ത് ഈ മുണ്ടക്കയുടെ ഉള്ളിലേക്ക് കടന്ന മാധ്യമപ്രവർത്തകനാണ്. ഈ ദുരന്തം പെയ്തിറങ്ങിയതിന് ശേഷം ഈ പ്രദേശത്ത് കടന്നു ചെല്ലുന്ന 24-ന്റെ ആദ്യത്തെ മാധ്യമപ്രവർത്തകൻ താങ്കളാണ്. താങ്കൾ കാണുന്ന കാഴ്ചകളൊക്കെ മനസ്സ് മരവിച്ചു പോകുന്നതാണെന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ശ്രീകാന്ത് താങ്കൾക്ക് അവിടെ നിന്ന് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? മരണം ഓരോ മണിക്കൂറിലും നമ്പർ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. നമ്മളിപ്പോൾ ഈ കാണുന്നത് മുണ്ടക്കയിലെ ഈ രക്ഷാ ദൗത്യമാണ്. നമ്മളിപ്പോൾ മുണ്ടക്കയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. SKN ഈ കാണുന്ന വീടുകൾ SKN ഇവിടെ നടന്ന ഈ മഹാദുരന്തത്തിന്റെ നേർസാക്ഷ്യമാണ് SKN. അതായത് ഒന്നാകെ ഒരു ഓടിട്ട വീട് ഒന്നാകെ നിലം പൊത്തിയിരിക്കുന്നു. അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഒരു കോൺക്രീറ്റ് വീടിന്റെ കോൺക്രീറ്റ് അടക്കം തകർന്ന് താഴേക്ക് വീണിരിക്കുന്ന ദൃശ്യങ്ങൾ SKN. അതോടൊപ്പം തന്നെ ഈ കാണുന്നത് ഇത് നോക്കൂ SKN, ഒരു കുന്നിൻ പുറത്ത് ഇരുന്ന ഒരു വീടാണ്. ആ വീടാണ് ഇപ്പോൾ നിലം പതിച്ചിരിക്കുന്നത് SKN നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ ഇതിനങ്ങോട്ടേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗങ്ങളിലൊക്കെ തന്നെ അനവധി വീടുകളുണ്ട്. അതെല്ലാം തന്നെ തകർന്നടിഞ്ഞ വീടുകൾ ധാരാളമുണ്ട്. മുണ്ടക്കൈയാണ് SKN. ഇത് കഴിഞ്ഞ ദിവസം വരെ ഒട്ടനവധി ആളുകൾ പറഞ്ഞിരുന്ന വലിയ മഹാദുരന്തം തകർത്തെറിഞ്ഞ മുണ്ടക്കൈയാണ് ഈ ദൃശ്യങ്ങളിൽ നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ മുണ്ടക്കൈയിലേക്ക് SKN നമ്മൾ എത്തിയിരിക്കുന്നു. ഈ തകർന്നടിഞ്ഞ വീടുകൾ മുണ്ടക്കയിൽ എത്രത്തോളം നാശം ഈ ഉരുൾപൊട്ടൽ വിതച്ചിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് SKN. അതോടൊപ്പം തന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് SKN, ഇവിടെ ഇപ്പോൾ രക്ഷാ ദൗത്യ സംഘം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രദേശത്തേക്ക് എത്തുന്നത്. ഏതാണ്ട് മുട്ടൊപ്പം ചെളിയിൽ പുതഞ്ഞു വേണം ഇവിടേക്ക് എത്താൻ. വലിയ ഈ തേയില എസ്റ്റേറ്റുകൾക്കിടയിലൂടെ നടന്നു വേണം, ഒരുപാട് വലിയ കുന്നുകൾ കയറി വേണം ഇവിടേക്ക് ഈ രക്ഷാ ദൗത്യ സംഘത്തിനെത്താൻ. ഇനി ഇവിടെ ഈ രക്ഷാ ദൗത്യ സംഘം ഈ ഓടുകളെല്ലാം മാറ്റണം. ഇവിടെ ഒരു വീട് താഴേക്ക് വീണത് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ആ ഓടുകളെല്ലാം മാറ്റി അതിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന പരിശോധന നടത്തണം. ഈ വീടുകൾക്കടിയിലൊക്കെ തന്നെ ഒരുപക്ഷെ ആളുകൾ ഉണ്ടായേക്കും എന്നുള്ളതാണ് കരുതപ്പെടുന്നത്. ആ ആളുകൾ ഉണ്ടോ, ജീവനോടെ ഉണ്ടോ, ഇനി അഥവാ പരിക്ക് പറ്റിയ ആളുകൾ ധാരാളമുണ്ടോ എന്നൊക്കെ അറിയേണ്ടത് ഇനിയാണ്. നിലവിൽ നമുക്ക് ആ പ്രഭവ സ്ഥാനം ഒന്നുകൂടി കാണിക്കാം. രാഹുല, ആ ക്യാമറ ഒന്ന് മുന്നോട്ട് ഒന്ന് പാൻ ചെയ്താൽ നമുക്ക് ആ പ്രഭവ സ്ഥാനം ഒന്ന് കാണാൻ സാധിക്കും. രാഹുൽ ഒന്ന് ആ സ്ഥലത്തേക്കൊന്ന് മൂവ് ചെയ്യുന്നുണ്ട്. നിലവിൽ ഈ ദൃശ്യങ്ങളിൽ SKN കാണാൻ സാധിക്കുന്നത് ഈ പ്രഭവ സ്ഥാനമാണ്. ഈ ഉരുൾപൊട്ടി ഒഴുകിയ പ്രഭവ സ്ഥാനമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ കാണുന്ന മലമുകളിൽ നിന്നാണ് വെള്ളം ഈ മലയൊന്നാകെ ഇടിഞ്ഞിറങ്ങി കല്ലും മണ്ണും ചെളിയും വെള്ളവും മരവും ഒക്കെയായി ഈ താഴേക്ക് വന്ന് പതിക്കുന്ന സാഹചര്യമുണ്ടായത്. SKN ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ഈ ചൂരൽമല, അതോടൊപ്പം ഈ മുണ്ടക്കൈ, ഒപ്പം വെള്ളരിമല തുടങ്ങിയ ഭാഗങ്ങളെ ഒന്നാകെ തകർത്തെറിഞ്ഞ ഈ ഉരുൾപൊട്ടലിന് ഹേതുവായ, ഉരുൾപൊട്ടലിന് കാരണമായ മുണ്ടക്കൈ എന്ന പ്രദേശം, അതിൻ്റെ പ്രഭവ സ്ഥാനം SKN ഇതാണ്. ആ സ്ഥലം നമ്മെ കണ്ണീര് കുടിപ്പിച്ച 144 പേരുടെ മരണത്തിനിടയാക്കിയ ആ സ്ഥലം SKN ഇതാണ്. ഇനി വലതുവശത്തേക്ക് രാഹുൽ ഒന്ന് ദൃശ്യങ്ങൾ ഒന്ന് കാണിക്കണം. ആ ഭാഗത്താണ് ഇത് കുത്തിയൊഴുകിപ്പോയ സമയത്ത് ഒട്ടനവധി വീടുകൾ നഷ്ടപ്പെട്ട, അതോടൊപ്പം ഒരു LP സ്കൂൾ ഉണ്ടായിരുന്നത് നഷ്ടപ്പെട്ട സ്ഥലം SKN ഈ കാണുന്നതാണ്. താഴേക്ക് നോക്കുമ്പോൾ രാഹുൽ ആ ദൃശ്യങ്ങൾ കുറച്ചുകൂടി ഒന്ന് താഴേക്ക് കാണിക്കണം. ഇതിൻ്റെ ഭീകരത ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ SKN നമുക്ക് മനസ്സിലാകും ഈ ഉരുൾപൊട്ടൽ ഇവിടെ എത്രത്തോളം